തളിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെയും തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 10ാം ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള വിളംബര റാലി സംഘടിപ്പിച്ചു. തളിക്കുളം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നും ആരംഭിച്ച് പത്താങ്കലിൽ അവസാനിച്ച റാലി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ മനോഹരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തളിക്കുളം പഞ്ചായത്തിലെ യോഗ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബും ആയുർവേദ സ്കിറ്റും യോഗ ഡാൻസും നടത്തി. 5ാം വാർഡ് മെമ്പർ വിനയപ്രസാദ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമയ്യ ആയുർവേദത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ആനന്ദ ടീച്ചർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആയുർവേദ ഡിസ്പെൻസറിയിലെ ജീവനക്കാരായ ഫാർമസിസ്റ്റ് മരിയ, അറ്റൻഡർ മല്ലിക, മൾട്ടിപർപ്പസ് വർക്കർ സുനേഷ, PTS ഡിക്സൺ, തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ആശാ വർക്കർമാർ, യോഗ വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ ലൈജു ചടങ്ങിൽ നന്ദി പറഞ്ഞു. ആയുർവേദം പ്രായമായവർക്ക് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രായമുള്ള ഒരു ചികിത്സാ രീതിയാണ് എന്ന് പറയുന്നത് ആയുർവേദം എന്ന് പറയുന്നത്, അല്ലേ ഡോക്ടറെ? ഏറ്റവും പ്രായം ചെന്ന ഒരു ചികിത്സാ രീതി, ഏറ്റവും പഴക്കമുള്ള ഒരു ചികിത്സാ രീതി. നമ്മളിന്ന് പുതിയ രീതിയിലുള്ള ചികിത്സാ രീതികളെ തേടുമ്പോൾ 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് പറയുമ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ തലമുറ എന്ന് പറയുന്നത് മാക്സിമം എത്ര? ഇന്ന് നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഇന്ത്യയിലല്ല കേട്ടോ, ലോകത്തിലെ തന്നെ ഏറ്റവും ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാ അറിയോ? നമ്മുടെ ഈ കൊച്ചു കേരളമാണ്, അല്ലേ?